ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. വയനാട്ടിൽ മൂത്ത സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ സാറ് ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളൊക്കെ കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് 10:30 അവിടെ നിന്നൊരു KSRTC ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ആ യാത്രയിലെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ, അതായത് ഒരു ചെറിയ വ്ളോഗെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് മൊത്തം എടുത്തിട്ടുണ്ട്. മൊത്തം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടും ഫുള്ളായിട്ട് എടുത്താൽ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഒരുവിധം വന്നാൽ ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ എൻ്റെ ചാനലിൽ ഇനി മുതൽ ഇങ്ങനെ എൻ്റെ വിശേഷങ്ങൾ കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഈ KSRTCയിൽ അധികം ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. അധികം അങ്ങനെ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അധികം ബസ് യാത്ര കുറേ പേരൊക്കെ കുറവാണല്ലോ. ഒരുവിധം എല്ലാവർക്കും വണ്ടി സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ യാത്ര കുറവാണ്. ഞാനടക്കം ഇപ്പോൾ കുറേ ആയിട്ട് കുറവാണ് യാത്ര പോകുന്നത്. നാട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിൻ ഞങ്ങളായിട്ട് പോകുമ്പോൾ, മക്കളെയും കൊണ്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും അത്യാവശ്യത്തിന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ട്രെയിന് പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് കാർ എടുത്തിട്ട് പോക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് കുറ്റിപ്പുറത്തുനിന്ന് ബസ് കുന്നംകുളത്തേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിന് കയറാം. ഇതിപ്പോൾ ഇത്രയ്ക്ക് ലോങ് ട്രിപ്പ് ഞാൻ ബസ്സിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എൻ്റെ മക്കളും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ യാത്ര രാവിലെ ആയതുകൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മഴക്കാരൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കാണാൻ മാത്രം ഉണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നല്ലൊരു ചെറിയൊരു തണവും എന്താ പറയുക, ഒരു പ്രത്യേക ഫീൽ. പിന്നെ നമ്മൾ കാറിൽ പോകുന്നതിനേക്കാളും എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നി. നമ്മൾ കാറിൽ പോകുമ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ തുറന്നിങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. യാത്ര ഇരിക്കുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ ഫുള്ളും നമുക്ക് നല്ലോണം അവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ യാത്ര ചെയ്യും. പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്ത പോലെ എനിക്കൊരുപാട് ഇഷ്ടമായി. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു നല്ലൊരു യാത്രയായിരിക്കും മഴയില്ലെങ്കിൽ. മഴയുണ്ടെന്ന് വെച്ചാൽ ഷട്ടറൊക്കെ അടച്ചാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഷട്ടറൊക്കെ തുറന്ന് മഴയില്ല ഇങ്ങനൊരു ഇതും ഇങ്ങനെ വെയിലില്ലാണ്ട് അങ്ങനെ പോകുമ്പോൾ യാത്രയും നല്ല സുഖമായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ. അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. എൻ്റെ മോളും, എൻ്റെ ചെറിയ മോളാണെങ്കിൽ പറഞ്ഞത് നമ്മൾ ഇതിലേക്ക് മറ്റേ സിനിമയുണ്ടല്ലോ കേവിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഗുണ കേവ് സിനിമയിലത്തെ ആ ഒരു മെമ്മറി അവൾക്ക് വന്നത്. നമ്മൾ ഗുണ കേവിലേക്കാണോ പോണേന്നാ എൻ്റെ കുഞ്ഞാവ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണ കേവിലേക്ക് നമ്മൾ പോണേന്ന് പറഞ്ഞു. അപ്പോൾ യാത്ര എന്ന് എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അന്ന് നമ്മൾ പിന്നെ അവിടെ മാനന്തവാടി എത്താറാവണേക്കാളും മുമ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് എനിക്കിപ്പോൾ ഏതൊക്കെ സ്റ്റേഷൻ എന്ന് അറിയണില്ല. അതായത് നമ്മൾ വയനാട്ടിലെത്തുന്നതിനേക്കാളും മുമ്പ് ചുരം കയറുന്നതിനേക്കാൾ മുമ്പ് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാനന്തവാടിയിലെത്തിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. 1:45 ആവാറായിട്ടുണ്ടായിരുന്നു എത്തുമ്പോൾ. 1:45 1:20 നമ്മളേക്ക് എത്തി. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 1:45 ഇപ്പോൾ സ്റ്റാൻഡിൽ വന്ന് നിന്നു. എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വേറെ ടീം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിലേക്ക് എത്താനായിട്ട് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒരു ഇതായതുകൊണ്ട് പിന്നെ നമ്മളവിടെ ഇരുന്നു. അവർ വരുന്നത് നോക്കിയിട്ട് പിന്നെ അടുത്ത് വേറൊരു ബസ്സിലും കൂടി കയറണം. അപ്പോൾ ഞാൻ ആ ചേച്ചിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. അവിടെ എത്തിയപ്പോൾ ചേച്ചി പിന്നെ അവർ വന്ന് നമ്മൾ പിന്നെ വണ്ടിയിൽ കയറിയിട്ടോ, ബസ്സിൽ എല്ലാവരും കയറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ റിസോർട്ടിലേക്കാണ് പോകുന്നത്. കുറുവ ഗേറ്റിൻ്റെ അവിടേക്കുള്ള റിസോർട്ടാണ്. അവിടെയാണ് നമ്മളിപ്പോൾ എടുത്തേക്കണം. അവിടെയാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ആ ഗേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് കുറേ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. ഫുള്ളും നല്ല പ്ലേസാണ്. അപ്പോൾ ഞാനിനി അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ടീം മൊത്തം ഉണ്ട്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞവയ്ക്ക് പട്ടാമ്പിയിലുള്ള വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കുറച്ച് സ്റ്റുഡൻസും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഞങ്ങൾക്കൊക്കെ ഐസ്ക്രീം മേടിച്ചു തന്നു. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഹായ് കാണിക്കുന്നതാണ് വിസിറ്റ് ടീച്ചർ. ഇപ്പോൾ ചെയ്തത് ധന്യ ചേച്ചി കൊടുങ്ങല്ലൂരിലുള്ളത്. ബാക്കിൽ നിൽക്കുന്ന ടീച്ചറുടെ സ്റ്റുഡൻസാണ് കേട്ടോ ബാക്കി എല്ലാവരും. പിന്നെ അതിൽ അരുൺ മാഷ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ട്രൈബൽ മ്യൂസിയം ഉണ്ടായിരുന്നു റിസോർട്ടിൻ്റെ, കുറുവ ഗേറ്റ് ആ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഹസ്ബൻഡും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മ്യൂസിയം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കുറുവ ഗേറ്റ് റിസോർട്ട് കേട്ടോ. അപ്പോൾ ഇതവിടേക്കാണ് പോകുന്നത്. ഇതാണ് കുറുവ ദ്വീപിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കൈ കയറുന്നതുകൊണ്ടൊരു ഷെയ്ക്കായി ഉണ്ടായിരുന്നു, അതങ്ങനെ ഒരു വിറയിൽ വീഡിയോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സാറ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് എല്ലാവരും കാലൊക്കെ പിടിച്ചു. ഞാനും ഓടിച്ചെന്ന് കാല് പിടിച്ചു. മോളോട് വേഗം പിടിക്കാൻ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മൊബൈൽ കറക്റ്റ് അല്ല കേട്ടോ. സാറിനെ കണ്ട് പിന്നെ വർത്തമാനം പറയുന്നതിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോയി പെർമിഷൻ ഇല്ലല്ലോ, പെട്ടെന്ന് നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഓണായിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാനതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. മോളോട് കാല് പിടിക്കാൻ പറഞ്ഞു. ഞാനും വേഗം പോയിട്ട് കാല് പിടിച്ചു സാറിൻ്റെ. അങ്ങനെ നമ്മൾക്ക് റൂം കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മറ്റൊരു ചേട്ടൻ, നമുക്ക് ഓഫീസിലുള്ളൊരു ചേട്ടൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മേലേക്ക് നമുക്കവിടെ ഒരു ഡോർമെറ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും നമ്മൾ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് വേറെ സ്ഥലത്തുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നോക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും താഴെ കാണുന്ന ആ ഒരു ഹോളാണ് നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയട്ടെ. അപ്പോൾ ഇത് മുമ്പിൽ പോകുന്നത് അരുൺ മാഷാണ്, മാസ്റ്റർ വീട് ഇരിങ്ങാലക്കുടയാണ്, മാഷുണ്ടായിരുന്നു. അപ്പോൾ അരുൺ ചേട്ടൻ അവർക്ക് ബോയ്സിനാ വേറെ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു ഡോർമെറ്ററി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇപ്പോൾ നമ്മളിവിടെ ഡാൻസ് കളിക്കുന്നില്ല, അതിൻ്റെ ബാക്കിലത്തെ 5 വീട് പോലെയുള്ള ഒരു ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിൽ സ്റ്റുഡൻസ് കുട്ടികൾക്കൊക്കെ ഒരു സൈഡ് കൊടുത്തു. പിന്നെ ഞാനും ധന്യ ചേച്ചിയും മക്കളും ധന്യേച്ചിയുടെ മോനുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു വീടെടുത്തു. പിന്നെ മാഷ്മാരൊക്കെ ഒരെണ്ണെടുത്തു, സാർ ഒന്നെടുത്തു. അങ്ങനെ നമ്മൾ താഴത്തേക്ക് വന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ മേലെ ഇപ്പോൾ മഴയായതുകൊണ്ട് റിസോർട്ടല്ലേ, എസ്റ്റേറ്റില്ല, അപ്പോൾ ഒരു ചെറിയൊരു തരം വണ്ട് പോലെ വന്നപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെ താഴെ അത് അടിപൊളി റൂമാണ് കേട്ടോ. മേലെ ശരിക്കും നല്ലൊരു ഡോർമെറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഈ ഒരു മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി റൂമിലെത്തി ഫ്രഷായി എല്ലാവരും പ്രാക്ടീസ് ആയി കൊടുത്ത് സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വിജിത ടീച്ചറുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഐറ്റം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളോടൊന്നും കൂടെ ഓർമ്മിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ക്ലാസ് എടുത്തതിൽ ഞാനും ധന്യ ചേച്ചി മാത്രം അത് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും ഐറ്റം പഠിച്ചില്ല. അപ്പോൾ കുട്ടികൾക്കും പിന്നെ ആ ഐറ്റം തന്നെ സാർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. സാർ അപ്പോൾ നമ്മൾ ഹാളിൽ എടുത്തില്ല, പുറത്ത് നിന്നിട്ടാണ് ക്ലാസ് എടുത്തത്. അടിപൊളി ക്ലാസ് ആയിരുന്നു, പറയാൻ മാത്രം ഒന്നുമില്ല. സാറിൻ്റെ അത്രയും നല്ല ക്ലാസ്സാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധന്യ ചേച്ചിയാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് முன்னாடி இருக்கணும். நீங்க 2 பேர் ரொம்ப பின்னாடி போனா உங்களுக்கு இடம் இல்லை. அங்கே அங்கே நீ முன்னாடி வா. நீ ஏன் பின்னாடி போற? நீ இப்போ இன்னும் உள்ள வேணும் இடம் இருக்கு. ரெடி. இப்போ செல்ஃப் சர்க்கிள் பண்ணிட்டு ஃப்ரண்ட் வந்து ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഇതിൽ ഞാൻ ബ്ലാക്ക് സാരി ഞാനാണ് കേട്ടോ. പിന്നെ ഇത് അരുൺ മാഷ്, പിന്നെ ടീച്ചർ സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് കുച്ചിപ്പുടി ക്ലാസ് അവർക്ക് സാറ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. അവർ പഠിച്ചിട്ടില്ലേ ഐറ്റം. അപ്പോൾ അരുൺ മാഷും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, മറന്നു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സാർ അവരുടെ കൂടെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മാറി നിൽക്കാൻ പോയതാണ്. പിന്നെ സാർ ഞങ്ങൾക്ക് വേറെ എനിക്കും ധന്യ ചേച്ചിക്ക് മാത്രമായിട്ട് ഒരു ഐറ്റം എടുത്തു കേട്ടോ. Three times. Balukute. 1, 2, 3, 4. Balukute nelakalli pavalinchenu. Balukute nelakalli pavalinchenu. Slowly. ഒരു സെക്കൻഡ് പണി അങ്ങനെ ഒരു സ്റ്റെപ്പ്. നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സാറിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് എന്താണ് ഗുരു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനത് ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും എടുക്കാൻ പാടില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാവിലെ മോർണിംഗ് ആണ് കേട്ടോ. അങ്ങനെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് വന്നു. നമുക്ക് രാവിലെ 6:30 എഴുന്നേൽക്കാൻ വെച്ചാൽ നമുക്ക് ഒരു കാലിച്ചായ താഴത്താണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഹോം ഫുഡായിരുന്നു. അടിപൊളി ഫുഡാണ്, പറയാൻ മാത്രം ഉണ്ട്. നല്ല ഫുഡായിരുന്നു, നല്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു. ഞാൻ വരുമ്പോൾ ധന്യ ചേച്ചി അവിടെ എഴുന്നേറ്റുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ധന്യ ചേച്ചി അതിന് മുമ്പ് മക്കളൊക്കെ മോളെ എണീറ്റിട്ട് ഞാൻ കൊണ്ടായിരുന്നു. ചെറുത് എഴുന്നേറ്റുണ്ടായിരുന്നില്ല, ചെറുത് ഞാൻ അവിടെ കിടത്തി. അപ്പം ഞങ്ങൾ മോർണിംഗിൽ ചായ കുടിക്കാനായിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാം. അപ്പം നമ്മൾ താഴത്തേക്ക് മോളും എഴുന്നേറ്റ് അവളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് അരുൺ മാഷ് ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ പിന്നെ മൊത്തം എല്ലാവരും ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരത്തെ തന്നെയാണ് ആ ഫുഡ് ഒരു വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെന്നതിന് ശേഷം ചായ ഉണ്ടാക്കി തന്നു. അപ്പം നമ്മളതൊക്കെ കഴിച്ചപ്പോഴേക്കും കുട്ടികളൊക്കെ മൊത്തം എഴുന്നേറ്റ് വന്നു. എല്ലാവർക്കും കാണാമെന്ന് വെച്ചാൽ മോർണിംഗിലത്തെ ഒരു ഇത് കാണാൻ നല്ല രസമാണല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പിന്നെ എല്ലാവരും കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ താഴത്തേക്ക് കുറുവ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ പക്ഷേ അവിടെ ഒരു ആന ചവിട്ടിയിട്ട് ആരോ മരിച്ചതിന് ശേഷം എല്ലാ ഇതും അവർ ഇതാക്കി വെച്ചേക്കാം. ഇപ്പോൾ ഒന്നും ഇതല്ല, ഒക്കെ അടച്ചിട്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗിൽ വന്നപ്പോൾ അവിടെ ഒരു ചങ്ങാടത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇപ്പോൾ കോടയൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു തണവൊന്നും മാത്രമേ പറയാനുള്ളൂ. നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്സരയുടെ ഞാനൊരു പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി റീൽസ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ചെയ്യാനായിട്ട് കുച്ചിപ്പുടി സ്റ്റൈലിൽ നമ്മൾ അത് ചെയ്തിട്ട് എടുത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ആയി എടുത്തിട്ട് നമുക്കത് എടുക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ സമയമൊന്നും കിട്ടിയില്ല. പിന്നെ മഴക്കാരൊക്കെ ആയി, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയൊക്കെ പെയ്തു. അപ്പോൾ പിന്നെ സമയമായി 7:45 ആവാറായി. അപ്പോൾ പിന്നെ ഇനി ക്ലാസ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണിക്കല്ല 8:30. അപ്പോൾ പിന്നെ 7:45 കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും കുളിച്ച് ഫ്രഷായി പിന്നെ പ്രാക്ടീസ് ആയി കൊടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഇനി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേറൊരു തടാകം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും വന്ന് ചെറുങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു റീൽസൊക്കെ എടുത്തു. അപ്പോൾ അതിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ നീളനെ വന്നത്. അപ്പോൾ സാർ ഇറങ്ങിയില്ലേ, സാർ അവിടെ നിന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ. അപ്പോൾ രാവിലെ ഒരു കുരങ്ങനെയൊക്കെ കണ്ടു. നമ്മൾ കുരങ്ങൻ നിന്നപ്പോൾ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു. നമ്മൾ പിന്നെ റൂമിലെല്ലാം വന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാറ് ഞങ്ങൾക്ക് രാത്രി പറഞ്ഞ ഐറ്റത്തിൻ്റെ ഒന്നും കൂടി ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഒന്ന് കളിപ്പിച്ച് കുട്ടികൾ വരും, എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇന്ന് ചേച്ചിക്ക് ഒന്നും കൂടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച പോയിട്ട് അന്ന് രാത്രി കുറച്ച് നേരം ക്ലാസ് എടുത്തു, 9 മണി വരെ. പിന്നെ രാവിലെയാണ് കേട്ടോ. പിന്നെ ഉച്ചവരെ പിന്നെ ക്ലാസ് എടുത്തത്. പിന്നെ സാറിൻ്റെ വക സാറ് ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ സ്വീറ്റ്സ് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു നമ്മൾ ക്ലാസ് ടൈമിൽ. പിന്നെ ഞങ്ങളുടെ ഐറ്റം ഫുള്ള് സാറ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു 12:45 ആയപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലഞ്ചൊക്കെ അവരവിടെ നിന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മേലെ പിന്നെ മോർണിംഗിൽ കുറച്ച് നേരം അവിടെ എടുത്ത് ക്ലാസ് പിന്നെ ഹാളിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും പിരിയാണ് കേട്ടോ. എല്ലാവരും ബാഗൊക്കെ സെറ്റാക്കി എല്ലാവരും ഇപ്പോൾ ഒരു 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ. അങ്ങനെ കാറ് വന്നു. അപ്പോൾ അതിൽ ധന്യ ചേച്ചിയും അവരും പോയിട്ട് മാനന്തവാടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവരവിടെ നിന്ന് ട്രെയിന് പോകും. 4:30 ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഹസ്ബൻഡ് തന്നെ കൂട്ടാൻ വന്നു, ഏട്ടനും വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സാറിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ.
അപ്പോൾ സാർ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കാറെടുത്ത് ഇറങ്ങി. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ കിട്ടിയിട്ടോ നമുക്ക്. നമ്മളപ്പോൾ ചേട്ടനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നല്ല ഇഷ്ടം, നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് അവിടുത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുട്ട് കൂത്തിയിട്ട് വരുന്നത് നമുക്ക് നല്ലൊരു മഴ കിട്ടി. അപ്പോൾ നമ്മളൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ട്രൈബൽ മ്യൂസിയം, അവിടെ നമ്മൾ കയറി കേട്ടോ. അവിടുത്തെ കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ആദിവാസികളുടെ കമ്മലുകൾ, അത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു മ്യൂസിയത്തിലായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അപ്ലിക്കും പിന്നെ മഴ വരണ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം സ്റ്റാക്കേഴ്സ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്ഥലത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്ലിക്കും സ്റ്റോറേജിൻ്റെയൊക്കെ പ്രശ്നം വന്ന് ഒരുവിധം ഇതായി. ഡാൻസിൻ്റെ വീഡിയോസ് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്ന കാരണം പിന്നെ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എൻ്റെ ഇതിലുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴി കൂടെ വന്നിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് സ്റ്റെയർക്കേഴ്സ് കയറിയിട്ട് മേലെയും കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല പെരുമഴയായിട്ടാണ്. പിന്നെ നമ്മൾ മഴ ഒന്നും തോരാനൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പിന്നെ വേഗം വീട്ടിലേക്ക് എത്തുന്ന ഒരു രീതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആവും എന്നുള്ള ഒരു രീതി കൊണ്ട് നമ്മൾ പിന്നെ നേരെ ഇനി താഴത്തേക്ക് എങ്ങനെയെങ്കിലും വേഗം ചുരം ഇറങ്ങിയാൽ മതി എന്നായിട്ടോ. ഇടിവെട്ടും നല്ല മഴയും കോടയും മഴയും ഒക്കെ കൂടിയായപ്പോൾ ഭയങ്കര ഒരു മൂടൽ പോലെയായിരുന്നു. പിന്നെ മരങ്ങളൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല കാറ്റും. അപ്പോൾ ശരിക്കും നല്ലോണം പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. നമ്മൾ കൊട്ടിയൂർ വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ മരങ്ങളൊക്കെ വീണിട്ട് കുറച്ച് നമുക്ക് ബ്ലോക്ക് കിട്ടി. അങ്ങനെ കുറച്ചല്ല, ഇത്തിരി നേരം അവിടെ നിൽക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയായിരിക്കും ഇനി കാലാവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് നമ്മളതിന് മേലല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും വേഗം ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്തു. നല്ല ഭംഗിയാണ് കേട്ടോ. മഴയ്ക്ക് ഇങ്ങനെ വരാൻ എന്ത് രസം. ഞാൻ എൻ്റെ കുറച്ച് ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ഫസ്റ്റ് കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കൊട്ടിയൂർ കൂടി വരുന്ന ആ ഭാഗമൊക്കെ എന്തൊരു ഭംഗിയാണ്. അത് ആ മഴയും ആ ഒരു നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. നല്ലൊരു അടിപൊളി ക്ലാസ്സും നല്ലൊരു ഇതായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനിനി ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ പോകുമ്പോൾ മൂർത്തി സാറിൻ്റെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ വ്ളോഗുകൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഞങ്ങൾ വരുമ്പോൾ ഒരു ടൂർ പോലെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് അതാണ് ഹസ്ബൻഡ് വന്നത് നമ്മളെ കൂട്ടാനൊക്കെ. പക്ഷെ വന്നത് നന്നായേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടേനെ. വണ്ടിയൊക്കെ ലേറ്റായി. ഇതെന്നെ ചേച്ചിയൊക്കെ 2 മണിയായി കൊടുങ്ങല്ലൂർ എത്തുമ്പോൾ രാത്രിയിൽ. നമുക്ക് നല്ല മഴ കിട്ടിയിരുന്നു. നല്ല മഴ. അപ്പോൾ എവിടേക്കും പോകാൻ പറ്റില്ല. വണ്ടിയൊക്കെ ബ്ലോക്ക് ആവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മരങ്ങളൊക്കെ വീണിട്ട് ശരിക്കും പണി കിട്ടിയാനെ. അപ്പം ഞങ്ങൾ തിരുനെല്ലിയിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചുരം ഇറങ്ങിയാൽ മതിയെന്നായി. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ വഴിയാണ് കേട്ടോ വന്നത്. വരുമ്പോഴത്തെ യാത്രയും അതും അടിപൊളിയായിരുന്നു. മഴയെല്ലാമായിട്ട് നല്ലൊരു ക്ലാസ്സും എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ ഈ വീഡിയോയോടുകൂടി അങ്ങനെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനത്തെയൊക്കെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിനി ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ വരുമ്പോൾ വീഡിയോ ഒരു വ്ളോഗായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ കുറേയൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ വീഡിയോസ് പിന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഉള്ള കാരണം അപ്പോൾ ഇവിടെ വ്ളോഗ് അവസാനിക്കുകയാണ്. കുറച്ചും കൂടി ഇട്ടിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.